കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടികയെ ചൊല്ലി വീണ്ടും വലിയ രാഷ്ട്രീയ ചർച്ചയാണ് പൊങ്ങിവരുന്നത്. തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പട്ടിക പ്രസിദ്ധീകരിക്കാമെന്ന കമ്മീഷന്റെ തീരുമാനം എതിർത്ത വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്താണ്. തങ്ങളുടെ വോട്ടർമാർ പട്ടികയിൽ നിന്നും പുറത്തുപോകുമെന്നും നിർണായകമായ വീഴ്ചകൾ ഉണ്ടാകുമെന്നും ആരോപിച്ച CPM സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുറന്നു പറയുന്നത് ഇത് സാധാരണ പിഴവല്ല, വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ്. ആയിരക്കണക്കിന് പേരെ വോട്ടവകാശത്തിൽ നിന്ന് അകറ്റാനുള്ള ശ്രമം നടക്കുകയാണ് എന്നായിരുന്നു. കമ്മീഷൻ നൽകുന്ന 84% എൻറോൾമെന്റ് ഡാറ്റയെയും CPM സംശയിക്കുന്നുണ്ട്. ഫോറങ്ങൾ ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. വീടുകളിലെത്തി പരിശോധന നടക്കാത്തതിനാൽ പട്ടികയുടെ വിശ്വാസ്യത തന്നെ സംശയത്തിലാണെന്നാണ് പാർട്ടിയുടെ നിലപാട്. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് മറ്റൊന്നു തന്നെ. പ്രക്രിയ നിയമാനുസൃതമായി നടന്നു. വൻ ഭൂരിപക്ഷം വീടുകളിലും ഫോറങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ടെന്നും ആണ് അവരുടെ മറുപടി. ജില്ലാ ഉദ്യോഗസ്ഥരും ബ്ലോക്ക് തലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും തങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് എന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിലപാടുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കാര്യത്തിൽ വ്യക്തമായി CPM സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയിൽ തങ്ങൾക്ക് അനുകൂലമായ പരാമർശം ലഭിക്കാത്തതിനാൽ വിഷയത്തെ നിയമപരമായി അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ വിവാദങ്ങളുടെ നടുവിൽ ഏറ്റവും കൂടുതൽ ആശങ്കയിലാകുന്നത് സാധാരണ വോട്ടർമാരാണ്. പട്ടികയിൽ നിന്ന് പേര് വീണോ? ഇനി എങ്ങനെ ശരിയാക്കും? തെരഞ്ഞെടുപ്പ് ദിവസം വരുമ്പോൾ തന്നെ പട്ടിക പുറത്തു വരുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഒടുവിൽ ഈ വോട്ടർ പട്ടിക വിവാദം ഒരു സാങ്കേതിക പിഴവോ ചെറിയ തെറ്റോ അല്ല, ജനങ്ങളുടെ അടിസ്ഥാന അവകാശവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഗൗരവകരമായ വിഷയമാണ്. ആരുടെ ആരോപണം ശരി, ആരുടെ കണക്കുകൾ കൃത്യം? അതിന്റെ ഉത്തരവാദിത്തം ഇനി കോടതിയുടെ വിധിയിലേക്കാണ് നീങ്ങുന്നത്. ജനാധിപത്യത്തിന്റെ പൂർണ്ണത ജനങ്ങളുടെ പേരിനെ കുറിച്ചുള്ള ഒരു പട്ടികയിൽ ഒതുങ്ങുന്നതല്ല, പക്ഷേ അതിന്റെ ആദ്യപടിയാണ് അതെന്ന് മാത്രം ഉറപ്പ്. ഇൻസ്റ്റാ ന്യൂസ് മലയാളം, തിരുവനന്തപുരം.